ബീൻസ് തോരൻ മാറി നിൽക്കും കേട്ടോ. ഈ താള് തോരൻ കണ്ടിച്ചേമ്പിൻ്റെ താള് കൊണ്ടിട്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച് താള് കൂടിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് 3 പിടി തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും 5-6 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഈ പച്ചമുളകൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം ഒതുങ്ങി കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് നേരത്തെ വേവാനായിട്ട് വെച്ചിരുന്ന താളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. താളിൽ നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിൽ നിന്ന് വെള്ളം തന്നെ ഇറങ്ങി അത് വെന്ത് കിട്ടിക്കോളും. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടി നോക്കുക. ഇനി ഒന്നുകൂടിയും ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള താള് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്.